ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. ഈശോ വിശുദ്ധ കുർബാനയിൽ സത്യമായും സാരാംശത്തിലും സന്നിഹിതനാണ് എന്ന് കത്തോലിക്കർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് ശരിയാണെന്ന് സ്ഥിരീകരിക്കാൻ സഭാചരിത്രത്തിലുടനീളം ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലുള്ള യേശുക്രിസ്തുവിൻ്റെ നിറസാന്നിധ്യം ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യനിർമ്മിതമായ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും അഭിഷിക്തനായ പുരോഹിതൻ്റെ ശുശ്രൂഷകളാൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്ന പ്രക്രിയ, അതിന് തുലനം ചെയ്യാൻ മറ്റൊരത്ഭുതം ലോകത്തിലില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. മനുഷ്യനേത്രങ്ങളെ സ്തബ്ധരാക്കുന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അനേകം അവിശ്വാസികളെയും അന്യമതസ്ഥരെയും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നിരുന്നാലും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായ യേശുവിനെ ആഴമായി വിശ്വസിക്കാത്ത അനേകരുണ്ടെന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് അത് സഭ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതെങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുന്നുണ്ട് എന്ന സത്യം സഭ അതിൻ്റെ പാരമ്പര്യത്തോട് ചേർത്ത് മുറുകെ പിടിക്കുകയാണ്. മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നൂറുകണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഭൗതികമായ തെളിവുകൾ അവശേഷിപ്പിച്ച വിശുദ്ധ കുർബാനയുടെ അസാധാരണവും പ്രസിദ്ധവുമായ ഏതാനും അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. ഒന്ന്, 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നടന്ന അത്ഭുതം. തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ അഥവാ ലാഞ്ചിയാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ ലെഗോൺഷ്യനും വിശുദ്ധ ഡൊമിൻഷ്യനും പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് പെട്ടെന്നൊരു സംശയം. താൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ? ദിവ്യബലിയിലെ പ്രധാന ശുശ്രൂഷ കർമ്മമായ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന വാക്കുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ അപ്പവും മീഞ്ഞും യഥാർത്ഥ മനുഷ്യമാംസവും രക്തവുമായി മാറുന്നത് ആ വൈദികൻ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ കട്ടപിടിച്ച രക്തം പല വ്യത്യസ്ത ആകൃതിയിലും മാതൃകയിലുമുള്ള 5 തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു. ഈ അത്ഭുതത്തെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് തന്നെ പരന്നപ്പോൾ നാട്ടിലെ ആർച്ച് ബിഷപ്പ് ഒരു അന്വേഷണം നടത്തുകയും സഭ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു. ഇന്നും മാംസം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. 1971 ശരീരഘടനാ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഒഡാർഡോ ലിനോളി മാംസത്തിൻ്റെ ഒരു ശാസ്ത്രീയ വിശകലനം നടത്തി. മാംസം ഹൃദയപേശിയാണെന്നും രക്തം പുതുരക്തം ആണെന്നും സംരക്ഷക പദാർത്ഥങ്ങളുടെ അംശം പോലും ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഇറ്റലിയിലെ ലാൻസിയാനോയിലെ സാൻ ഫ്രാൻസിസ്കോ പള്ളിയിലുള്ള ഈ അത്ഭുത മാംസവും രക്തവും നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. 2, 13-ാം നൂറ്റാണ്ടിൽ ബോൾസിയാനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഇറ്റലിയിലെ ഒർവീത്തോയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പുരോഹിതന് തിരുവോസ്തിയിലെ ക്രിസ്തു സാന്നിധ്യത്തെപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു. വാഴ്ത്തൽ കഴിഞ്ഞ ഉടനെ തിരുവോസ്തിയിൽ നിന്നും അൾത്താരവിരിയിലേക്ക് തുടർച്ചയായ രക്തപ്രവാഹമുണ്ടായി. പുരോഹിതൻ അതിവേഗം പട്ടണത്തിലുണ്ടായിരുന്ന മാർപ്പാപ്പയെ സന്ദർശിച്ച് തൻ്റെ അവിശ്വാസ കുറ്റം ഏറ്റുപറഞ്ഞു. ഒർവിയത്തോയിലെ കത്തീഡ്രൽ പള്ളിയിൽ ഈ അത്ഭുത തുണി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഈ അത്ഭുതം നടന്നതായി വിശ്വസിച്ചിരുന്ന സമയം മുതൽ 100 വർഷം വരെ ഇതേപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നില്ല എന്ന കാരണത്താൽ ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തിൻ്റെ സത്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ സംശയങ്ങൾക്കുള്ള മറുപടിയായി ഈ അൾത്താര വിരിപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് കാണാവുന്നതാണ്. 3, 18-ാം നൂറ്റാണ്ടിൽ സിയന്നായിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1730 ഓഗസ്റ്റ് 14-ാം തീയതി ഇറ്റലിയിലെ സിയന്നായിലെ കത്തോലിക്ക സമൂഹം സ്വർഗാരോഹണ തിരുനാളിന് മുമ്പുള്ള ഒരു സായാഹ്ന ആഘോഷത്തിലായിരുന്നപ്പോൾ ഒരു സംഘം കള്ളന്മാർ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ കയറി. 100 കണക്കിന് വാഴ്ത്തിയ തിരുവോസ്തി സൂക്ഷിച്ചിരുന്ന ഒരു സ്വർണ്ണ സക്രാരി അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി. 2 ദിവസങ്ങൾക്ക് ശേഷം സിയന്നായിലെ മറ്റൊരു പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ വെളുത്ത എന്തോ മുഴച്ചു നിൽക്കുന്നതായി ആരോ കണ്ടു. വൈദികർ പെട്ടെന്ന് പെട്ടി തുറന്നപ്പോൾ അഴുക്കുപിടിച്ച ചിലന്തി വലകളിൽ കുരുങ്ങിക്കിടക്കുന്നത് കളവുപോയ തിരുവോസ്തികളാണെന്ന് അവർ കണ്ടെത്തി. അത് ആവുന്നിടത്തോളം ഭംഗിയായി വൃത്തിയാക്കിയതിനു ശേഷം ഓസ്തികൾ ഒരു പുതിയ സക്രാരിയിലാക്കി.
പരിഹാര കർമ്മത്തിനും ആരാധനാ പ്രാർത്ഥനകൾക്കുമായി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഓസ്തികൾ വൃത്തിഹീനമായിരുന്നതിനാൽ ഭക്ഷിക്കാൻ അനുവദിക്കാതെ തനിയെ ദ്രവിച്ചു പോകുവാനായി വയ്ക്കുവാനാണ് പുരോഹിതർ തീരുമാനിച്ചത്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ട കാഴ്ച എവരെയും അമ്പരിപ്പിച്ചു. ഓസ്തികൾ ദ്രവിച്ചു പോയില്ല, പിന്നെയോ പുതിയതുപോലെ അത് അവശേഷിച്ചിരിക്കുന്നു. 285 വർഷങ്ങളായി ഇന്നും ഇതേ ഓസ്തികൾ അതേ അവസ്ഥയിലിരിക്കുന്നു. ഇറ്റലിയിലെ സിയന്നയിലെ ഇപ്പോഴത്തെ സെൻറ്റ് ഫ്രാൻസിസ് ബസലിക്കയിൽ ഇവ ഇന്നും കാണാവുന്നതാണ്. 4. 13-ാം നൂറ്റാണ്ടിലെ സാന്റാറാമിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 13-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ സാന്താരിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് അവിശ്വസ്തനായിരുന്നതിനാൽ ഏറെ അസ്വസ്ഥയായിരുന്നു. ഇതിന് പരിഹാരം കാണാനായി അവൾ ഒരു നിർമന്ത്രവാദിനിയെ സമീപിച്ചു. സേവനങ്ങളുടെ വിലയായി ആ മന്ത്രവാദിനി ചോദിച്ചത് ഒരു വാഴ്ത്തിയ ഓസ്തിയായിരുന്നു. സെൻറ്റ് സ്റ്റീഫൻ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്ത സ്ത്രീ ഓസ്തി നാവിൽ സ്വീകരിച്ച ശേഷം അത് വായിൽ നിന്നെടുത്ത് ഒരു തുവാലയിൽ പൊതിഞ്ഞ് പള്ളിയുടെ കവാടത്തിലേക്ക് നീങ്ങി. പക്ഷെ പുറത്ത് കടക്കും മുമ്പ് ഓസ്തിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. വീട്ടിലെത്തിയപ്പോൾ രക്തം പുരണ്ട ഓസ്തി അവൾ ഒരു ലോഹപ്പെട്ടിയിലാക്കി. അന്ന് രാത്രിയിൽ പെട്ടിയിൽ നിന്നും അത്ഭുത വെളിച്ചം പുറപ്പെട്ടു. ചെയ്തുപോയ തെറ്റിൽ അവൾ പശ്ചാത്തപിച്ചു. പിറ്റേന്ന് രാവിലെ അച്ഛനോട് അവൾ കുമ്പസാരം നടത്തി. അച്ഛൻ അവരുടെ വീട്ടിലെത്തി വീണ്ടെടുത്ത ഓസ്തി പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. സൂക്ഷ്മ അന്വേഷണങ്ങൾക്ക് ശേഷം അത്ഭുതമായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ പള്ളിയുടെ പേര് ചർച്ച് ഓഫ് ദ ഹോളി മിറക്കിൾ എന്ന് മാറ്റുകയും ചെയ്തു. രക്തം പുരണ്ട ഈ ഓസ്തി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. 5. ചിരട്ടകോണത്തെ ദിവ്യകാരുണ്യ അത്ഭുതം. കേരളത്തിലാണ്, ഇന്ത്യയിലെ 2001 നടന്ന സംഭവമാണ്. 2001 ഏപ്രിൽ 28-ാം തീയതി ചിരട്ടകോണത്തെ സെൻറ്റ് മേരീസ് പള്ളിയിലാണ് ഈ അത്ഭുതം നടന്നത്. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയം തിരുവോസ്തിയിൽ 3 ചുവന്ന നിറത്തിലുള്ള അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ വൈദികൻ ആരാധനയ്ക്ക് ശേഷം തിരുവോസ്തി സക്രാരിയിൽ സൂക്ഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തിരുവോസ്തി വീണ്ടും നോക്കിയപ്പോൾ ചുവന്ന പാടുകൾ യേശുവിൻ്റെ മുഖം പോലെ രൂപാന്തരപ്പെട്ടതായി കണ്ടെത്തി. 6. 1171 മാർച്ച് 28-ൽ ഇറ്റലിയിലെ ഒഡായിൽ അഥവാ ഫെറായിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1171 മാർച്ച് 28 ഉയർപ്പ് ഞായറാഴ്ചയായിരുന്നു. പോർച്ചുഗീസ് സഭക്കാരനായ ഫാദർ ബോണോ, ഫാദർ ലിയോണാർഡോ, ഫാദർ എയ്മോൺ എന്നിവരുടെ സഹകാർമ്മികത്വത്തോടെ ഫാദർ പിയട്രോ ഡി വെറോണയാണ് ഉയർപ്പ് തിരുനാൾ ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വാഴ്ത്തിയ ഓസ്തി രണ്ടായി മുറിച്ച നിമിഷത്തിൽ ഓസ്തിയിൽ നിന്നും രക്തം ചീറ്റുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നവർ കണ്ടത്. അൾത്താരയുടെ പുറകിലും മുകളിലുമായി സ്ഥിതി ചെയ്തിരുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള കവാടത്തിൻ്റെ ഭിത്തിയിൽ തെറിച്ചു വീഴത്തക്കവിധം അതിശക്തവും ഘനവുമുള്ളതായിരുന്നു ആ രക്തപ്രവാഹം. രക്തം മാത്രമല്ല, ഓസ്തി മാംസമായി മാറുന്നതും അവിടെയുള്ളവർ സാക്ഷ്യം വഹിച്ചു. അതിന്നും അവിടെ കാണാൻ സാധിക്കും. 2 നിലയുള്ള പുതുക്കിയ ചാപ്പലിൻ്റെ തറനിരപ്പിൽ അൾത്താരയും വിൽക്കവാടം 2-ാം നിലയിലുമാണ്. ഗോവണിപ്പടികൾ അൾത്താരയുടെ ഓരോ വശത്തു കൂടിയുമാകയാൽ സന്ദർശകർക്ക് വിൽഭിത്തി കടന്ന് നിന്ന് ഭയഭക്തിയോടെ ഈ അത്ഭുത തിരുവോസ്തി പരിശോധിക്കാൻ സാധിക്കും. തിരുരക്തം ഇപ്പോഴും നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്നതുകൊണ്ട് കാഴ്ചക്കാർ ഇതിനെ ഒരു അപൂർവ പുരാവസ്തുവായി കണക്കാക്കി അകമഴിഞ്ഞ് ആരാധിക്കുന്നു. ഈ അപൂർവ അത്ഭുതം അംഗീകരിച്ചുകൊണ്ട് കർദിനാൾ മെഞ്ചിയോർ ആർട്ടി 1404 മാർച്ച് 6 എഴുതിയ മറ്റൊരു രേഖയും ഇത് അംഗീകരിച്ചുകൊണ്ട് 1442 ഏപ്രിൽ 7 യുജീനോ 4-ാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഔദ്യോഗിക കൽപ്പനയുമുണ്ടെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ബെനഡിക്റ്റ് 14-ാമൻ മാർപ്പാപ്പയും കർദിനാൾ നിക്കോളോ ഫേഷ്യയിലും ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. 7. 1199 ജർമ്മനിയിലെ ആക്സ്ബർഗിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ജർമ്മനിയിലെ ബാവറിനോട് ചേർന്നുള്ള നഗരമായ ആക്സ്ബർഗിലെ പ്രസിദ്ധമായ ദേവാലയമായിരുന്നു ഹോളി ക്രോസ് ദേവാലയം. അവിടുത്തെ നിത്യസന്ദർശകയായിരുന്ന ഒരു ആക്സ്ബർഗുകാരി വനിതയിൽ നിന്നാണ് ഈ മഹാത്ഭുതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അവിടെ നിന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ആ സ്ത്രീ വാഴ്ത്തിയ ഒരു ഓസ്തി കൈക്കലാക്കി അത് സ്വന്തം ഭവനത്തിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ കുർബാന സ്വീകരണ മധ്യേ വായിൽ നിക്ഷേപിക്കപ്പെട്ട ഓസ്തി രഹസ്യമായി തിരികെ എടുത്ത് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയി.
വീട്ടിലെത്തിയ ഉടനെ അവൾ ഒരു ഓസ്തി സൂക്ഷിക്കുവാനായി ഒരു ചട്ടക്കൂട് തയ്യാറാക്കി മെഴുകുപയോഗിച്ച് നാടൻ ശൈലിയിൽ ഒരു സ്മാരകാവശിഷ്ടങ്ങൾ നശിക്കാതെ സൂക്ഷിക്കുന്ന പേടകം ഉണ്ടാക്കിയെടുത്തു. തുടർന്ന് 5 വർഷം വാഴ്ത്തിയ തിരുവോസ്തി അവൾ കാത്തു സൂക്ഷിച്ചു. ഈ കാലയളവിൽ പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ട് മാനസികമായി അവൾ ഏറെ വേദന അനുഭവിച്ചിരുന്നു. ഒടുവിൽ പശ്ചാത്താപ വിവശയായി 1199 അവൾ ഈ രഹസ്യം ഇടവക വികാരിയോട് തുറന്നു പറഞ്ഞു. തൽക്ഷണം അവരുടെ വീട്ടിലെത്തിയ പുരോഹിതൻ ഉടൻ തന്നെ ഓസ്തി ദേവാലയത്തിലെത്തിച്ചു. ഉയർപ്പ് തിരുനാൾ മുതൽ സ്നാപയോഹന്നാൻ്റെ തിരുനാൾ വരെ ഓസ്തി കത്തീഡ്രൽ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. ഈ സമയത്ത് രണ്ടാമത് ഒരത്ഭുതം കൂടി നടന്നു. ഓസ്തി വികസിക്കുവാൻ തുടങ്ങി. തന്മൂലം മെഴുകുപേടകം പൊട്ടി വീർത്തിരുന്നു. മെഴുകു കഷ്ണങ്ങൾ മാംസരക്തം കൊണ്ട് നിറഞ്ഞ് എല്ലാവരെയും വീണ്ടും അമ്പരപ്പിച്ചു. ബിഷപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഓസ്തിയും മെഴുകു കഷ്ണങ്ങളും ഒരു സ്ഫടികക്കൂട്ടിലേക്ക് മാറ്റി. പളങ്കുപാത്രത്തിൽ സംരക്ഷിക്കപ്പെട്ട ദിവ്യകാരുണ്യ ഓസ്തി ഇതേ പള്ളിയിൽ 780 വർഷങ്ങളോളം സൂക്ഷിക്കപ്പെട്ടു. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓരോ വർഷവും മെയ് 11 പ്രത്യേക ആരാധന നടത്തണമെന്ന് ബിഷപ്പിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. 1639 ആയപ്പോഴേക്കും ആക്സ്ബർഗ് രൂപത മുഴുവൻ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ഓർമ്മ തിരുനാളായി ആഘോഷിച്ചു തുടങ്ങി.